സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ S25 അൾട്രയുടെ ബിസിനസ് പെർസ്പെക്ഷനിലുള്ള ഒരു റിവ്യൂ ആണിത്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയാനുള്ള സാമർഥ്യമോ ടെക്നിക്കലായിട്ട് അത്രയും നോളജോ എനിക്ക് ഇല്ല. ഈ ഫോണ് ഇറങ്ങിയ സമയം മുതൽ സോഷ്യൽ മീഡിയയിലേക്ക് ഭയങ്കര ഡീഗ്രേഡിംഗ് ആണ്. സാംസങ് ആരാധകരെ ഈ ഫോണ് പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. iPhone 16 Pro Maxും സാംസങ്ങിൻ്റെ S സീരീസിൽപ്പെട്ട അൾട്രാ ഫോൺസുമാണ് സ്മാർട്ട് ഫോൺ വിപണിയിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റേഴ്സ്. ഇതിൽ iPhone 16 Pro Max ഒരു സ്റ്റേറ്റസ് സിമ്പിൾ കൂടിയാണ്. ഈ അടുത്ത ദിവസം ഞാനൊരു ബിസിനസ് മീറ്റിംഗ് പങ്കെടുത്തപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ആ ഫോണുണ്ട്. അതില്ലെങ്കിൽ എന്തോ ബിസിനസ്സിന് എന്തോ വലിയൊരു പരാജയമാകും എന്ന് തോന്നിപ്പോവും. എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ട്. വാസ്തവത്തിൽ ഈ രണ്ട് ഫോണുകളിൽ ഏതാണ് മികച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫീച്ചേഴ്സ് വെച്ച് നോക്കിയാൽ സാംസങ്ങിൻ്റെ S സീരീസിലുള്ള അൾട്രാ ഫോൺസുമായിട്ട് ഐഫോൺ ഒരിക്കലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും താഴെയാണ് ഐഫോൺ. ഇനി ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നാൽ സ്റ്റിൽ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ വേൾഡ് നമ്പർ 1 ആണ് സാംസങ്ങിൻ്റെ S സീരീസിൽപ്പെട്ടുള്ള അൾട്രാ ഫോൺസ്. പക്ഷേ വീഡിയോഗ്രാഫിയിൽ ഐഫോണാണ് ഏറ്റവും മികച്ച ഫോൺ. സോഷ്യൽ മീഡിയയിലേക്ക് വലിയ വിമർശനത്തിന് ഈ ഫോൺ പാത്രീഭവിക്കാനുണ്ടായ പ്രധാന കാരണം സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് ഒരു പ്രീമിയം സ്വഭാവം നൽകിയിരുന്ന അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ അത് കർവാക്കി എന്നുള്ളതാണ്. പിന്നെ അടുത്ത പ്രധാന കാരണം S Pen ആണ്. S Penൽ ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ടായിരുന്നത് 25 അൾട്രയിൽ അത് എടുത്ത് കളഞ്ഞു. എന്നാൽ സാംസങ് ചെയ്തത് സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് പ്രോസസ്സർ ഈ ഫോണിൽ കൊണ്ടുവന്നു. വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനം, ഇതിൻ്റെ വീഡിയോഗ്രാഫി വളരെ മികച്ചതാക്കി. ഇപ്പോൾ ഏതാണ്ട് ഐഫോണിന് സമമായ വീഡിയോഗ്രാഫി ഈ ഫോണിലും നമുക്ക് സാധ്യമാണ്. കൂടാതെ വീഡിയോയിൽ നോയ്സ് ക്യാൻസലേഷൻ കൊണ്ടുവന്നു. മുൻപേ തന്നെ മികച്ചതായിരുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഇതിന് കൂടുതൽ സൂപ്പർബാക്കിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ AI ഫീച്ചേഴ്സും ഈ ഫോണിലേക്ക് കൊണ്ടുവന്നു. ഡീഗ്രേഡിങ്ങിനൊന്നും മറുപടി നൽകാതെ നിശബ്ദമായിരുന്നുകൊണ്ട് സാംസങ് വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയിട്ടുള്ളത്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിൽ ഈ ഫോണ് ലോകം കീഴടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അരി പത്തായത്തിലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരുമെന്നുള്ളത് കൊറിയയിലെ കമ്പനിയായിട്ടുള്ള സാംസങ്ങിന് വരെ അറിയാം.